എത്ര വഴുത് കേട്ടാലും ചില ആളുകൾ പറയും നന്നാകുന്നില്ല. എത്ര വഴുത് കേട്ടിട്ടും ഈ ചെവിയിലൂടെ കേട്ടിട്ട് മറു ചെവിയിലൂടെ തന്നെ പാസ്സായി പോകുകയാണ്. എന്നാൽ വഴുത് കേൾക്കാതെ തന്നെ നന്നാകുന്ന ഒരു പരിപാടിയുണ്ട്. അത് അല്ലാഹുവിൽ നിന്നുള്ള പണിഷ്മെന്റിന്റെ പരിപാടിയാണ്. നിനക്ക് നാളെ ക്യാൻസറാണെന്നറിഞ്ഞാൽ 18 വയസ്സുകാരനായ പൊന്നമോനെ പിന്നെ നീ സിനിമ കാണൂല, സീരിയലിൽ കാണൂല, തോന്നിവാസങ്ങളിലേക്ക് പോകൂല. നിന്റെ ജീവിതത്തിൽ വല്ലാത്തൊരു മാറ്റമാണ് ഉണ്ടാകുക. കൂത്തുപറമ്പിൽ എനിക്ക് ക്യാൻസറാണെന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഒരു കുഴപ്പവും എന്റെ ജീവിതത്തിൽ ഇല്ലാത്തയാളാണ്, ഞാൻ ഭക്ഷണം ശ്രദ്ധിക്കുന്നയാളാണ്, സ്മോക്ക് ചെയ്യാറില്ല, കിക്കറടിക്കാറില്ല, മയക്കുമരുന്നോ ഹശീഷോ ഡ്രഗ്സോ ഉപയോഗിക്കാറില്ല, പിന്നെ എങ്ങനെ എനിക്ക് ക്യാൻസർ വന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ എനിക്കത് വന്നതിന് ശേഷം ജീവിതത്തിൽ ഒരു ചിട്ടയുണ്ടായി. ബാങ്ക് വിളിച്ചാൽ കൃത്യസമയത്ത് ഞാൻ നിസ്കരിക്കുകയാണ്. 5 വഖത്തിലും എന്റെ റബ്ബിനോട് ഞാൻ ഈ ക്യാൻസറിനെ പറ്റി ആവലാതി പറയുകയാണ്. ഞാൻ മനസ്സിലാക്കുകയാണ്, ക്യാൻസർ എന്ന രോഗം പെട്ടെന്ന് പിടികിട്ടിയല്ലോ. പലപ്പോഴും പല ആളുകൾക്കത് പിടികിട്ടാറില്ല. ഡോക്ടർമാര് തലവേദനയ്ക്ക് എന്നും പറഞ്ഞ് കുറെ ചികിത്സിക്കുകയാണ്, പനിയെന്നും പറഞ്ഞ് ചികിത്സിക്കുകയാണ്. അതാ മറ്റൊരു സഹോദരൻ പറഞ്ഞത് അങ്ങനെയാണ്, കൂലിവേലയ്ക്ക് പോകുന്ന ചെറുപ്പക്കാരനാണ് എന്ന് പറഞ്ഞാലെന്നും മൺവെട്ടിയും എടുത്ത് കളയ്ക്കാനും കുത്താനും കിണറ് കുത്താനും അതുപോലെ പുരയിടം കളയ്ക്കാനും ഒക്കെ പോകുന്ന കൂലിപ്പണിക്ക് പോകുന്ന ഒരു ചെറുപ്പക്കാരൻ, അയാൾക്കൊരു കുഴപ്പവുമില്ല. രാത്രി സമയങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു പനി വന്നിട്ട് 2-3 മണിക്കൂർ നിൽക്കും, പനിയെന്ന് പോകും. ഡോക്ടറെ പോയി കാണിച്ചു വല്ല പാരസെറ്റാമോളോ പെനഡോളോ കഴിക്കും. സുബ്ഹാനല്ലാഹ്, ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് രോഗം മൂർച്ഛിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആരുടെ കാര്യമായി പറയുന്നത്? എല്ലാ ദിവസവും മൺവെട്ടിയെടുത്ത് പാടത്തും പറമ്പത്തും പുരയിടത്തിലും കിളയ്ക്കാൻ പോകുന്ന ആരോഗ്യ ദൃഢഗാത്രനായ ഒരു കിളയക്കാരനായ സഹോദരൻ, കൂലിപ്പണിക്കാരനായ ഒരു പാവപ്പെട്ട സഹോദരന്റെ കാര്യമാണ് ഞാൻ ഉണർത്തുന്നത്. സഹോദരങ്ങളെ, പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു ഇയാൾക്ക് ബ്ലഡ് ക്യാൻസർ ആണ്. അതാ 2ാമത്തെ ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് അദ്ദേഹം മരണപ്പെട്ടുപോയി. ഇങ്ങനെ ക്ഷണിക്കപ്പെടാത്തൊരു അതിഥിയായി നമ്മുടെ ചാരത്തേക്ക് മരണം വരും. അന്നേരത്തെ നിലവിളിച്ചിട്ട് കാര്യമില്ല ചെറുപ്പക്കാരാ.